നമുക്ക് സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കാം. ചേട്ടന് നമ്മ ഒരു പണി കൊടുത്തിരിക്കും കണ്ടാ, നമ്മുടെ ഈ വർദ്ധമീനും എല്ലാവർക്കും നമ്മുടെ സ്മീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുവാണ്. അപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഈ സ്ഥലമൊക്കെ കണ്ടുകഴിയുമ്പോൾ അറിയാലോ, നമ്മൾ ചെല്ലാന ഹാർബറിലാണ്, മിനി ഫിഷിംഗ് ഹാർബറിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഈ നല്ല ഈവനിങ് ടൈമാണ്. ഇവിടെ നമുക്ക് അങ്ങോട്ട് നമുക്ക് എന്തായാലും അറ്റം പോകണം, ഇതിൻ്റെ അറ്റം പോകണം. ഒരുപാട് ആളുകൾ മീൻ പിടിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. പിള്ളേർ കളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് അങ്ങ് അറ്റത്ത് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഫിഷിങ്ങിനൊക്കെ പോയ വഞ്ചിയൊക്കെ വന്നിട്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ നമുക്ക് അങ്ങറ്റം പോവാം, നമുക്ക് ഫിഷിങ് തുടങ്ങാം. അപ്പോൾ വാ. നമുക്ക് ഈ ഫിഷിംഗ് ഹാർബർ ശരിക്കും നമ്മുടെ വീടിൽ നിന്ന് ഏകദേശം 15 മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ. വണ്ടിക്കൊക്കെ വരുവാനാണെങ്കിൽ ഒരു 15 മിനിറ്റുള്ള യാത്രയുടെ ഇതേ ഉള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് എന്താ പറയുക എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നിറയെ മീനുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫിഷിങ്ങിന് വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ചെല്ലാന ഹാർബർ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനത്തേക്ക് നടക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ റോഡ് റീലുമായിട്ടാണ് നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്നത് ചൂണ്ടിടാനായിട്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ആദ്യം സെറ്റ് ചെയ്യാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡും റീലും. അബുഗാസിയുടെ 8 ഫീറ്റ് റോഡാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മുടെ റീല് വന്നിട്ട് ഷിമാനോൻ്റെ FX 4000 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ എരയിട്ട് ഇടുന്നത് ചെമ്മിനാണ് കേട്ടോ, ജീവനുള്ള ചെമ്മിനാണ്. നമ്മളിപ്പോൾ കമ്പലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നാണ് കേട്ടോ, കമ്പല വലിച്ചിട്ട്. അപ്പോൾ ആ ചെമ്മിനാണ് നമ്മൾ എരയിട്ട് ഇടുന്നത്. അപ്പോൾ ഇത് ഇടുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചെമ്മിനിട്ടാൽ ഈ മീനടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും ജീവനുള്ള ചെമ്മിനാണെങ്കിൽ ഉണ്ടല്ലോ, ഈ കറുപ്പ് അങ്ങനെയുള്ള മീനൊക്കെ അടിക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവനുള്ള ചെമ്മിനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് ഇതൊന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കല്ലിൻ്റെ ഇടക്ക് വന്നിടുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് തരം മീനുകൾ കൂടുതലാണ്. ഇവിടെ ഈ കറുപ്പ്, കല്ലേരി, പിന്നെ നമ്മുടെ വറ്റ ഉണ്ടാവും, പിന്നെ വേറെ മീൻ എന്ന് പറഞ്ഞാൽ ചെമ്പല്ലി, അങ്ങനെ ഒരുപാട് തരം മീൻ നമുക്ക് ഈ കല്ലിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഇടക്കോട്ട് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരുപാട് ചൂണ്ടക്കാരുടെ കേന്ദ്രം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഹാർബർ. അപ്പം നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാവേ. നമുക്ക് കാണാം കേട്ടോ, അവിടെ കുറേ ആൾക്കാർ അവിടെ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ, ആ കല്ലിൻ്റെ ഇടക്കൊക്കെ. അപ്പോൾ നമ്മുടെ ഈ പുലിമുട്ടിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പുറത്തെ അറ്റത്തും കുറേ ആൾക്കാരുണ്ട്, കണ്ട. എല്ലാവരും ചൂണ്ടിടുവാണേ.
അതേപോലെ തന്നെ ഇതില്ലേ കണ്ട ബോട്ട് ചിലത് ഫിഷിങ്ങിനായിട്ട് കടലിലേക്ക് പോവുകയാണ്, ചിലത് കുറച്ച് നമുക്ക് തിരിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ചിലതൊക്കെ തിരിച്ച് വരുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ആ നമ്മുടെ ഒരു ചെമ്മീൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിന് പകരം വേറൊരെണ്ണം ഇടാവേ. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം നോക്കാം കേട്ടോ, വെയിറ്റ് ചെയ്ത് നോക്കാവേ. ഫിഷിൻ്റെ ആക്ടിവിറ്റി നന്നായിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് സ്ട്രൈക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം, കുറച്ച് നേരം ഇവിടെ ഇട്ടിട്ട് നോക്കാം. എന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് മാറാവേ. നമുക്ക് ഇവിടെ ഇട്ടിട്ട് സ്ട്രൈക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് സ്ഥലം മാറ്റി പിടിക്കുവാണേ. അപ്പം നമുക്ക് ഇതിനെ എടുക്കാം. കണ്ടോ, ഇട്ട ചെമ്മിൻ അങ്ങനെ തന്നെ കിടക്കുക. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കൊന്ന് മാറി നിന്ന് നോക്കാവേ. അപ്പോൾ നമ്മുടെ സ്ഥലവും നമ്മൾ മാറിയിട്ട് ഇപ്പോൾ ഹാർബറിൻ്റെ അകത്തായി. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയാണ്, കിട്ടേണ്ടതാണ് നമുക്ക് മീൻ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാവേ. നമുക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ കല്ലിൻ്റെ അരിയത്തുള്ള മീൻ ഉദ്ദേശിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലോങ് കാസ്റ്റിംഗ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ലേ. ഇതൊരു കല്ലേരിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മീനിന്റെ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്, കല്ലേരിയാണ്ടേ. നമുക്കിപ്പോ കിട്ടിയത് ശരിക്കും വൈകുന്നേരം ഈ ഒരു സമയമുണ്ടല്ലോ, നമ്മുടെ ഈ ഹാർബർ ആൾക്കാരെ കൊണ്ട് നിറയും കേട്ടോ. നല്ല ആക്റ്റീവ് ആവും. ഒരുപാട് പേര് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വർത്താനം പറയാനായിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ ചൂണ്ടിടാനായിട്ടാണെങ്കിലൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല രസമാണ് കേട്ടോ. വന്നിരുന്ന് അടിപൊളിയാണ്. നല്ലൊരു ഈവനിങ് വൈബുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂമൻ മച്ചാൻ നമ്മളോട് ഫിഷിങ്ങിന് ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതൊരു കറുപ്പുണ്ടാ, കടക്കറുപ്പ്. അങ്ങനെ മീനാണ് ഇപ്പൊ കടക്കറുപ്പ് വന്നിരിക്കുന്നത്. ഒന്ന് അനങ്ങാതിരിക്കോ വീഴും. കൊളുത്ത് വന്നിട്ട് നമ്മുടെ കറുപ്പിന്റെ വായിൽ കുറച്ച് അകത്തോട്ട് കയറി പോയിട്ടാ. കണ്ടോ, നമ്മുടെ ചെല്ലാന ഹാർബറിലെ ഫിഷിങ് നമ്മളിവിടെ അവസാനിപ്പിക്കുവാണേ. അപ്പോൾ അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്കപ്പോൾ ഒരു കല്ലേരീനെയും കിട്ടി, ഒരു കറുപ്പിനെയും കിട്ടി.
അപ്പം ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് ടൈം ആണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട നമുക്ക് കടലിൽ പോയി ചൂണ്ടിട്ടപ്പോൾ കിട്ടിയ കല്ലേരിയും നമ്മുടെ കടക്കറൂപ്പും. അപ്പോൾ ഇവനെ നമുക്ക് ഇനി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളിവനെ ഫ്രൈ ആണ്ടാ ചെയ്യാൻ പോണം. കല്ലേരി വലിയ ടേസ്റ്റ് ഇല്ലാത്ത മീനെന്നാണ് കേക്ക്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണം. വലിയ ടേസ്റ്റ് ഇല്ലെന്നാണ് കേൾക്കുന്നത്. കറൂപ്പ് അടിപൊളി മീനാണ്, നമ്മൾ ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്ക് ഇവനെ ഫ്രൈ അടിക്കാം. ഭയങ്കര സിമ്പിളായിട്ട് നമ്മളിതിന് ഫ്രൈ അടിക്കാൻ പോണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. മുള്ളൊക്കെ വെട്ടി ഇതിൻ്റെ ചെതമ്പലൊക്കെ ചെത്തി നമുക്ക് ആദ്യം ഇവനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ കല്ലേരീനെ കുറിച്ച് പറയുവാണെങ്കിലേ, ഈ കല്ലേരി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ വലുതാണ് കേട്ടോ. അവിടെ നമുക്ക് കല്ലിൻ്റെ അടക്കാണ് കൂടുതൽ, അതുകൊണ്ടാണ് ഇതിനെ കല്ലേരി കല്ലേരി എന്ന് വിളിക്കുന്നതെന്ന് തോന്നുന്നു. കല്ലിൻ്റെ അടക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ഇച്ചിരൂടെയൊക്കെ വലുതാവും. പിന്നെ കടക്കറൂപ്പ് നമുക്കറിയാമല്ലോ, ഒരുപാട് വലുതാവണ മീനാണ്. സാധാരണ ഈ സൈസ് മീനൊക്കെ കിട്ടിയാൽ നമ്മൾ തിരിച്ചു വിടാണ് ചെയ്യണത്. പക്ഷെ നമുക്ക് അന്ന് ചൂണ്ടിട്ടിട്ട് ആദ്യമായിട്ട് കിട്ടിയ മീനും ഇതാണ്. പിന്നെ വേറെ ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല നമുക്ക്. അപ്പോൾ കുക്ക് ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവനെ എടുത്തതാണ് കേട്ടോ. ശരിക്കും ഈ സൈസ് മീനാരും കറി വെക്കാറില്ല. ശരിക്കും ചെറിയ കടക്കറൂപ്പിന് ടേസ്റ്റ് കുറവാണെന്നാണ് പറയുന്നത്. ഇച്ചിരി വലിയ കറുപ്പാണ് എപ്പോഴും ടേസ്റ്റ്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വെട്ടി തുടങ്ങാവേ. നമ്മളപ്പോൾ ഇവിടെ ഒരു കല്ല് കൂടെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ മൂർച്ച വെച്ചിട്ടാണ് നമ്മൾ തേക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ മൂർച്ച പോയാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് തേച്ചെടുക്കാനായിട്ട്. ഹായ് ജോക്കു, മമ്മ മീമീനെ ചെത്തുക. അപ്പോൾ നമ്മുടെ സ്ഥിരം നമ്മുടെ ടീം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പച്ചയും ജോക്കും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടേ. ഒരു ഹായ് പറഞ്ഞേ ജോക്കു. അപ്പച്ചേ ഒരു ഹായ് പറഞ്ഞേ. പിന്നെ വേറെ 2 ടീം കൂടി ഉണ്ട് നമുക്ക് അവിടെ. അപ്പച്ചൻ്റെ പെങ്ങളും അനിയനും ആണ്ടാ. അപ്പൊ നമ്മള് മീൻ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തേച്ചെടുക്കാവേ. കുറച്ച് സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇച്ചിരൂടെ ഒക്കെ പോകാനുണ്ട്. അപ്പൊ നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് തേച്ചെടുക്കാവേ. അപ്പൊ നമ്മുടെ പഴയ കല്ല് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മൂർച്ച വെപ്പിക്കാനും നമ്മുടെ മീനെ തേക്കാനും ഒക്കെ നമ്മൾ ഈ കല്ലടപ്പ് എടുക്കണം കേട്ടോ. അപ്പൊ ഈ കല്ല് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തേച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മീനെ നമ്മള് വെട്ടി തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവനെ നമ്മുടെ തലയൊക്കെ നമ്മുടെ അല്ലല്ല ഇവന്റെ തലയൊക്കെ വെട്ടിയെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാവേ. ഉള്ളിൽ കൈയിട്ട് അതിന്റെ കുടലും മണ്ടോ സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാവേ. നമ്മുടെ ഇവിടെ ഈ നേരങ്ങളിൽ എല്ലാവരും കൂടുതലും ചൂണ്ടയിട്ടാട്ട കഴിയുന്നത്. നമുക്ക് ചുറ്റുമൊക്കെ നോക്കിയാൽ കാണാം അവിടെ പിള്ളേരൊക്കെ ചൂണ്ടയിടുന്നു. ഇവിടെ എല്ലാവരും വലിയ ആൾക്കാരും പിള്ളേരും ഒക്കെ ഇവിടെ സമയം ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചൂണ്ടയിട്ട് മീനൊക്കെ പിടിച്ചാണ് ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ കൂടുതൽ ആൾക്കാരും ഈ സമയമൊക്കെ ചെലവഴിക്കണത്.
ഇവിടെ നമുക്ക് അതേപോലെ മീനും ഉണ്ട്. കരിമീന, തുമ്പച്ചി, പിലോപ്പി, അങ്ങനെ മൊത്തം ഇങ്ങനെ പുഴയും കായലും ഒക്കെയാണല്ലോ, തോടും ഒക്കെയാണ്. അപ്പൊ മീൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും നമുക്ക്. കറുപ്പിന്റെ തല നമ്മൾ എടുക്കണില്ല കേട്ടോ, നമുക്കതങ്ങ് മുറിച്ച് മാറ്റാം. അപ്പതേ നമ്മുടെ മീനൊക്കെ നമ്മൾ വെട്ടി തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തലയൊക്കെ വെട്ടി കുടലൊക്കെ കളഞ്ഞ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഫ്രൈ ആണല്ലോ. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് വരഞ്ഞ് നന്ന അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വരഞ്ഞ് മസാലയൊക്കെ പുരട്ടി പിന്നെ നമുക്ക് സുഖമുള്ള പരിപാടി വറുത്തങ്ങെടുത്തത് കഴിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ദേ നമ്മൾ ഈ മീനൊന്ന് വരഞ്ഞെടുക്കുക കേട്ടോ. ഒന്ന് കടുപ്പിച്ചടുപ്പിച്ച് അങ്ങ് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ മീൻ വറുക്കാനുള്ള മസാല എടുക്കുവാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വീട്ടിലെപ്പോഴും നമ്മൾ വറുക്കാനായിട്ട് മീൻ വറുക്കാനായിട്ട് ശരിക്കും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ചിലപ്പോൾ ചിലവർ ഇച്ചിരി വിനാഗിരി കൂടെ ചേർക്കും. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മളിത് വറുക്കാൻ പോണത്. വേറെ എന്താ പറയുക, വേറെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ നമ്മൾ കൂടുതലായിട്ട് പരിപാടി ഒന്നും ഇതിൻ്റെ അത് ചേർക്കുന്നില്ല. ഭയങ്കര സിമ്പിൾ ഹമ്പിൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മുളക് പൊടി ഇടേക്കാം കേട്ടോ. മുളക് പൊടി ഞാൻ സ്പൂണിൻ്റെ കണക്കൊന്നും പറയുന്നില്ല, നമ്മുടെ മീൻ ആവശ്യത്തിനുള്ള രീതിയിലുള്ള മുളക് പൊടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഉണ്ടാകും കേട്ടോ മുളക് പൊടി. ഇനി മഞ്ഞൾ പൊടി നമ്മൾ 1 ടീസ്പൂണോളം മതിയേ, അതിട്ടിട്ടുണ്ട്. ഉപ്പ് നമുക്ക് പാകത്തിനിടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വിനാഗിരി ഇടുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഇടുന്നതിന് മുമ്പേ ഒരു ചെറിയ 2 വേപ്പില നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൈവച്ച് എന്നെ ഒന്ന് പിരിച്ചിട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട്. ആ വേപ്പിലയുടെ മണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം അതുകൊണ്ടിട്ട് വറുക്കാനായിട്ട് നമുക്ക് അല്ലാണ്ട് വിടാം, എന്നാലും ഇതിൻ്റെ അകത്ത് കുറച്ച് കിടക്കട്ടെ. എന്നിട്ട് നമ്മുടെ വിനാഗിരി ഇട്ട് കൊടുക്കാവേ. വിനാഗിരി ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീനിൻ്റെ പുറത്തേക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ എടുക്കാം കേട്ടോ. ഇനി അപ്പോൾ ആദ്യം നമ്മുടെ കല്ലേരിനെയാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ ഇവൻ്റെ പുറത്തോട്ട് നമ്മുടെ ഈ മുളക് പൊടിനെയും മഞ്ഞപ്പൊടിനെയും ഉപ്പിനെയൊക്കെ കൂടി അങ്ങ് തേച്ച് പിടിപ്പിക്കാവേ. അപ്പോൾ ഇവൻ്റെ വിടവിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ വയറ്റിൻ്റെ അകത്തും ഇതിൻ്റെ തലയുടെ ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ കല്ലേരിയിൽ നമ്മൾ അടിപൊളിയായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കറുപ്പിനെടുക്കാം, നമ്മുടെ കുഞ്ഞിക്കറുപ്പിനെടുക്കാം. കുഞ്ഞിക്കറുപ്പാണേ ഇത്. നമുക്ക് അന്ന് നമ്മുടെ കമ്പോലി കിട്ടിയത് നല്ല അടിപൊളി നല്ല സൈസ് സാധനമായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. കുഞ്ഞ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാ പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കറുപ്പിനെ നമ്മൾ തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെക്കുന്ന ഏറ്റവും നല്ല, എന്നാലേ ആ മസാലയൊക്കെ ഇതിനകത്തോട്ട് ശരിക്കും അങ്ങ് പിടിക്കുള്ളൂ. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഇവനൊന്ന് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു. ഇപ്പം നമ്മുടെ മീനൊക്കെ പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പത്തേ നമ്മുടെ സലിമോൻ ചേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ നാളെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ സലിമോൻ ചേട്ടനെ കണ്ടിട്ട്. അതെ, സലിമോൻ ചേട്ടൻ ഫാൻസ് ഉണ്ട് കേട്ടോ. ഏതൊരു വീഡിയോയിൽ ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സലിമോൻ ചേട്ടൻ ഫാൻസ് ലൈക്ക് അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സലിമോൻ ചേട്ടൻ അപ്പോൾ ആൾക്കാരുണ്ട് കേട്ടോ, ടീമുണ്ട് സലിമോൻ ചേട്ടന്. അതെ അതെ അതെ. അപ്പൊ നമ്മളിത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പൊ മീൻ വറുക്കാൻ പോവാ.
ഞങ്ങൾ പരിപാടി തുടങ്ങാൻ പോണേ. അതെ, ക്യാമറ പോട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടേ, അതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇട്ടോട്ടെ. വന്നിട്ടാ അവര് പൊന്നഞ്ചന്റെ വീട്ടിപ്പ എന്താണ് പൊന്നഞ്ചന്റെ അമ്മയുടെ കറക്റ്റ് പാത്രമാണ് കേട്ടോ. നമ്മുടെ 2 മീനും കറക്റ്റായിട്ട് ഇതിൻ്റെ അതോടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതെന്തായാലും ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ കടപ്പുറത്ത് ചൂണ്ടിട്ട്. എന്തായാലും നമ്മൾ ഇനിയും പോകുന്നതായിരിക്കും കേട്ടോ. സൂപ്പറായിരുന്നു. പിന്നെ നമുക്ക് ഇതെങ്കിലും കിട്ടിയല്ലോ, ആദ്യത്തെ ട്രൈ ആയിരുന്നല്ലോ, അപ്പോൾ ഇതെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. അപ്പോൾ നമുക്കിനി വെളുപ്പാൻ കാലത്ത് പോയി നോക്കാം. കൂടുതലും മീൻ ഇങ്ങനെ വെളുപ്പം 5 മണി 4 മണി ആ ഒരു സമയത്താണ് കൂടുതലും മീൻ അവിടെ കിട്ടാറുള്ളതെന്ന് നമ്മൾ കേട്ടു. അപ്പോൾ ഇനി ഒരു ദിവസം നമുക്ക് വെളുപ്പാങ്കാലത്ത് പോയി ചൂണ്ടിട്ട് നോക്കാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് കിട്ടാതിരിക്കില്ല മീൻ. കല്ലിൻ്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ മീനുണ്ടല്ലോ കടലിൽ. ഇതേപോലെ ഈ കല്ലേരിക്കനെ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. ഇങ്ങനെ മീനുണ്ടെന്ന് സത്യത്തിൽ അമ്മ അവിടെ ചൂണ്ടിയിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അറിയണം ഇങ്ങനെയൊക്കെ മീനുണ്ടെന്ന്. അപ്പം ഇനി നമ്മൾ കാണാത്തതും അറിയാത്തതായിട്ടൊക്കെ എന്തൊക്കെ മീനുണ്ടെന്ന് നമുക്കിനി അറിയാം നമ്മുടെ വീഡിയോസിൽ കൂടെ കേട്ടോ. അപ്പം നമ്മുടെ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ മറിച്ചിട്ട് വേണേ, കാരണം കുറച്ച് നേരം നമ്മളിത് വെച്ചിരിക്കുന്നതാണ്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ 2 സൈഡും മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ സലിമോൻ ചേട്ടന് നമ്മൊരു പണി കൊടുത്തിരിക്കും കണ്ടാ. നമ്മുടെ ഈ വറുത്തമീനെ ഗാർണിഷ് ചെയ്യാനായിട്ട് സവാള പൊളിക്കാൻ വേണ്ടി സലിമോൻ ചേട്ടൻ ഇവിടെ എത്തിരിക്കുവാണ്. അപ്പോൾ സലിമോൻ ചേട്ടനായിരിക്കും നമുക്ക് സവാള പൊളിച്ച് അതിങ്ങനെ വട്ടവട്ടം അരിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ. എങ്ങനെയുണ്ട് സലിമോൻ ചേട്ടാ? സലിമോൻ ചേട്ടന്റെ വക ഇനി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നമ്മളിത് എപ്പോഴാണ് കാണണമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഓഡിയൻസ് സലിമോൻ ചേട്ടൻ ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയണം. അപ്പൊ സലിമോൻ ചേട്ടൻ ക്രിസ്മസിന്റെ വിശേഷം പറയണം എന്നാണ് സലിമോൻ ചേട്ടൻ പറഞ്ഞോ. അപ്പൊ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ 2020 ഈ വർഷം ഇവിടെ നിന്ന് പോകേണ്ട അധിക ദിവസങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾ പുതിയ ഒരു 2020 നമ്മൾ വരവേൽക്കുകയാണ്. അതിനുവേണ്ടി ചെറിയൊരു പരിപാടിയാണ്. ചിലപ്പോൾ എനിക്ക് നിങ്ങളെ പോകാതെ ഇതൊരു കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം മുൻകൂട്ടി ഒരു ക്രിസ്മസിൻ്റെ അതുപോലെ ഒരു പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ വർഷം എല്ലാ മോശപ്പെട്ട വർഷമാണ്, ഇത് മാറട്ടെ. അടുത്ത വർഷം എല്ലാവർക്കും ആർക്കും ഒരു അസുഖം ഉണ്ടായിരിക്കട്ടെ എന്ന് ഈശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൂരം കണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം ഹാപ്പി ന്യൂ ഇയർ. എന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവനെടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാവേ. ആദ്യം നമ്മുടെ വലിയ മീനെടുക്കാം. അപ്പം നമ്മുടെ വലിയ മീനെയും നമ്മുടെ കുഞ്ഞി കറുപ്പിനെയും കൂടെ നമുക്കിതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. 2 പേപ്പറിൽ കൂടെ സൈഡിൽ വെച്ചിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തേക്ക് നമുക്കിത് കൊണ്ടുപോകാം, എന്നിട്ട് കഴിച്ച അഭിപ്രായം കൂടെ കേൾക്കാം. അപ്പോൾ വാ. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ 2 ആൾക്കാരുണ്ട് കേട്ടോ. സലിമോൻ ചേട്ടൻ അറിയാമല്ലോ, ഇത് എൻ്റെ അങ്കിളാണ്, ജയ്മോങ്കിളാണ്. അങ്കിള് എൻ്റെ അപ്പച്ചൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും കൂടി ആയിരിക്കും ഇന്ന് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എടുത്തോ. ആ, ചൂടുണ്ടാവേ നോക്കണേ. സൽമാൻ ചേട്ടാ വാ പിടിക്ക്. സവാള കൂടെ ഇതിൻ്റെ കൂടെ എടുത്ത് അടിപൊളിയായിരിക്കും. എങ്ങനെയുണ്ട് അഭിപ്രായം കൂടെ പറയട്ടെ. സൂപ്പറായിട്ടുണ്ടെന്നാ പറയണം കേട്ടാ. അപ്പോൾ നമ്മുടെ സലിമോൻ ചേട്ടനൊന്നും പറയുന്നില്ല. ഞാൻ കുമരങ്കാരാണ്. ഇങ്ങനെ പറയണേ, ഇത് നല്ല സംഭവം അടിപൊളി സാധനമാക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. മണവറയല്ല, നിങ്ങൾ കഴിച്ചു നോക്കൂ. അതെ, അവർക്കും കൊടുക്കും കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ കൃതം പറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കേട്ടോ. മുളകുപൊടി, മഞ്ഞപ്പൊടി, ഉപ്പും കുറച്ച് വിനാഗിരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നാ പറയുന്നത്. ഞാൻ കൂടെ കഴിച്ച് നോക്കട്ടെ.
കൊള്ളാം നല്ല ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നല്ല മീൻ ഫിഷിൻ്റെ ഫ്രൈ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ബാക്കി ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ കാണും വരെ എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞേ കേട്ടോ. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്. വരും.